ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിൽ പാറ്റേൺ എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ച പാറ്റേൺസിലെ ലാസ്റ്റ് ഉള്ളതാണ് ഫിൽ പാറ്റേൺ. ഈ ഫിൽ പാറ്റേൺ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് സോൾവ്വർക്സ് ഓപ്പൺ ആക്കുന്നു, ഒരു പാർട്ട് നോക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ ഈസിനെസ്സിന് വേണ്ടി ഞാൻ സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, സ്കെച്ച് എടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യണം. ഓക്കെ, ദെൻ ഒരു 100 എടുത്തു, ഇതൊരു 200 കൊടുത്തു. ഓക്കെ, ഞാൻ തിക്നെസ് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇനി എനിക്ക് ഫിൽ പാറ്റേൺ എന്താണ് നമുക്കറിയണം. ഫിൽ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്കെച്ച് വരച്ചിട്ട് ആ സ്കെച്ചിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് വരണം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്ന ലേഔട്ടിൽ വരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഷീറ്റ് മെറ്റൽ കണക്കുള്ള പരിപാടിയിലാണ്. ഓക്കെ, ഷീറ്റ് മെറ്റൽ വർക്ക്സിലാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിൻ്റെ ക്യാബിൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു, അതിൻ്റെ എക്സോസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്കത് അപ്പോൾ അവിടെ ചെയ്തതേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ ഈസി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഇതെടുത്തു. ദെൻ ഇവിടെ ഞാൻ സ്കെച്ച് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ സ്കെച്ച് വരച്ചു, ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ അതിനൊരു 15 സെൻറ്റിമീറ്റർ തിക്നെസ് തന്നെ സ്കെച്ച് വരച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്കെച്ച് ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, സ്കെച്ച് വരച്ചിട്ട് ഞാനിപ്പോൾ അതൊരു റെക്റ്റാങ്കിളാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു. നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഈ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഫില്ല് ചെയ്യിക്കണം. അപ്പോൾ ഞാൻ 2 സ്കെച്ച് എക്സിറ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ ഫീച്ചേഴ്സ് എടുത്തിട്ട് ഫിൽ പാറ്റേൺ കൊടുക്കുന്നു. ഫിൽ പാറ്റേൺ കൊടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി മാനേജറിൽ കുറേ കാര്യങ്ങൾ വരും. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ഉള്ളതാണ്. ഫിൽ ദ ബൗണ്ടറി. അപ്പോൾ നമുക്ക് ഏത് ബൗണ്ടറിയാണോ ഫില്ല് ചെയ്യേണ്ടത് ആ ബൗണ്ടറി സെലക്ട് ചെയ്യുക. ആ പാറ്റേൺസിൻ്റെ ലേഔട്ട്. ഓക്കെ, നമുക്കിവിടെ 4 ടൈപ്പ് ലേഔട്ട് ഉണ്ട്: പെർഫറേഷൻ, സർക്കുലർ, സ്ക്വയർ, പോളിഗൺ. പിന്നെ അതിൻ്റെ സെൻറ്റർ ടു ആ സൈഡ് ഇതിൻ്റെ തിക്നെസ് ആണ്, ആ ഡിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത്. ഇത് നമ്പർ ഓഫ് ഐറ്റംസ്. ദെൻ ഇതിൻ്റെ ഒരു സർക്കിൾ തൊട്ട് അടുത്ത സർക്കിൾ വരെയുള്ള, അല്ലെങ്കിൽ ഒരു പാർട്ട് തൊട്ട് അടുത്ത പാർട്ട് വരെയുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് വരും. ഏത് ഫീച്ചേഴ്സാണ്, അതായത് നമുക്കിപ്പോൾ ബോക്സ് എക്സ്ട്രൂഡാണോ, കട്ട് എക്സ്ട്രൂഡാണോ, അങ്ങനെയുള്ള എന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ ഫീച്ചേഴ്സ് വരും. ഓക്കെ, അടുത്ത ഈ ഫേസ് പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സർഫേസ് ജോമെട്രിയിലാണ് നമുക്ക് മെയിനായിട്ട് അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി അടുത്ത ബോഡി പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ബോഡീസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഇപ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ പ്രൊജക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മൾട്ടിപ്പിൾ ബോഡീസ് വരുമ്പോഴാണ് മെയിനായിട്ട് ബോഡി പാറ്റേൺ കൊടുക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റൻസ് ടു സ്കിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു റോസ് കളറിൽ സെൻട്രൽ ലൈൻ കാണിച്ചു തരും. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയാണ്. ഇനി അടുത്ത വേരി സ്കെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരു സ്ലോട്ടാണെങ്കിൽ ആ സ്ലോട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടോ ഡിക്രീസ് ചെയ്തുകൊണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വേരിയിങ് സ്കെച്ച് ഉപയോഗിക്കുന്നത്. അത് വേരിയിങ് സ്കെച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പാറ്റേൺ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ജോമെട്രി പാറ്റേൺസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ഡ്രോയിങ് കുറച്ചുകൂടെ ഈസിനെസ് കിട്ടാൻ വേണ്ടിയാണ്, നമുക്ക് പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സും കാര്യങ്ങളും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഇതിലോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി. ഫുൾ ആൻഡ് പാർഷ്യൽ പ്രിവ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിവ്യൂസ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഫിൽ ബൗണ്ടറി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഫിൽ ബൗണ്ടറി ആയിട്ട് ഞാനിപ്പോൾ ഇതാണ് ബൗണ്ടറി സെലക്ട് ചെയ്തത്. അടുത്ത ഏത് പാറ്റേൺ ലേഔട്ടാണ്, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ ലേഔട്ട് എടുത്തു. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഞാൻ ഈ ഫീച്ചേഴ്സ് കൊടുത്തു, കണ്ടോ. അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ആ ഫീച്ചേഴ്സ് നമുക്ക് ഈ പെർഫറേഷൻ ആയിട്ട് വന്നു. പിന്നീട് ഞാൻ സർക്കുലറാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർക്കുലർ ഷേപ്പിൽ വരും. നമുക്കിപ്പോൾ ഇത് ഒരു സ്ക്വയർ ആയതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. നമുക്ക് അത് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു സർക്കുലർ വരച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കത് ഫീൽ ചെയ്യാം. ഓക്കെ,
ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലൈൻസും കറക്റ്റ് സീരീസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ പോളിഗൺ. ഇതൊരു പോളിഗൺ ഷേപ്പാണ്. നമുക്കിത് ഫീൽ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരച്ച ആ സ്കെച്ചിൻ്റെ ആ ഒരു ഔട്ടർ ബൗണ്ടറിയുടെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വന്നു, കണ്ടോ? ഇതാണ് നമ്മുടെ ഫിൽ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ കട്ട് എക്സ്ട്രൂഡും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എടുത്ത് വേറെ ഷേപ്പ് എടുത്തു. ഓക്കെ, കട്ട് എക്സ്ട്രൂഡ് എടുത്തു. ഓക്കെ, ഇതിൻ്റെ സ്കെച്ച് എടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഫോം ചെയ്തു. ഓക്കെ, നമുക്ക് വരുമ്പോൾ നോക്കാം. അടുത്ത ഫീച്ചേഴ്സ് എടുത്തു, വീണ്ടും ഫിൽ പാറ്റേൺ എടുത്തു. ഓക്കെ, ഫിൽ പാറ്റേൺ എടുത്തിട്ട് നമ്മൾ സർക്കിൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്ത ഇതിൻ്റെ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് വരാത്തത്. ഓക്കെ, നമുക്കിപ്പോൾ ഇപ്പോൾ ഈ കട്ട് എക്സ്ട്രൂഡ് ഇതിൻ്റെ അകത്ത് വരണം. ഇപ്പോൾ നമ്മൾ കൊടുത്തപ്പോഴത്തേക്ക് അത് വന്നിട്ടില്ല. ഞാനിപ്പോൾ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് എ കോണ്ടൂർ ഓർ സെലക്ട് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡയറക്ഷൻ ഞാനിപ്പോൾ കൊടുത്തു, കണ്ടോ? നമ്മൾ ഡയറക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഡയറക്ഷൻ വന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, നമ്മളിവിടെ സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കട്ടിങ്, അതായത് കട്ട് സീഡിൻ്റെ ആ ഒരു ഇതാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, കണ്ടോ? അതായത് ആ സർക്കിള് എന്ന് വെച്ചാൽ നമ്മൾ വരച്ച സ്ക്വയറിൻ്റെ അകത്ത് നമുക്ക് ആ ഷേപ്പിലുള്ള ഒരു കട്ടിങ് ഉണ്ടായി. ഓക്കെ, ഇവിടെ ആ സ്ക്വയർ നമുക്കുണ്ട്, പക്ഷേ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ആ സ്ക്വയർ ഇപ്പോൾ സെലക്റ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യും. പക്ഷേ ഇവിടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 1 കൊടുക്കാൻ പറ്റത്തില്ല. 1 കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പറയുന്നുണ്ടോ 3 to 1000 ആ വാല്യൂസിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കൊടുക്കുകയാണ്. ഓക്കെ, 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതിൻ്റെ അടുത്ത പോയിൻ്റ് ഇതിൻ്റെ വെളിയിൽ എവിടെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ എഡ്ജാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് കിട്ടിയത്. നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റും. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു പ്രോപ്പർട്ടീസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ ഡ്രോയിങ്സിൻ്റെ വെളിയിലാണ്. ഓക്കെ, ഇതാണ് ഫിൽ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഫേസിന് ഒരു കളർ കൊടുത്തു, നമുക്ക് ആ പ്രോപ്പർട്ടീസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എടുത്തു പ്രൊപ്പഗേറ്റ് കൊടുത്തിട്ട് കാരണം വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത ഈ സ്ക്വയർ ഉണ്ടല്ലോ, ആ സ്ക്വയറിൻ്റെ അകത്താണ് ഈ പോർഷൻ. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ആ സൈഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഓക്കെ, ഇതാണ് ഫിൽ പാറ്റേൺ. ഇത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഡ്രോയിങ്ങിൻ്റെ അകത്ത് നമുക്ക് ഈ കട്ടിങ്ങും അല്ലെങ്കിൽ ആ എക്സ്ട്രൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഡ്രോയിങ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഷീറ്റ് മെറ്റൽ വർക്ക്സൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പെരിഫറേറ്റഡ് കട്ടെന്ന് പറയുന്ന ഒരു കട്ട് നമ്മൾ ഷീറ്റ് മെറ്റൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വാല്യൂസ് ഫുള്ള് കൊടുക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഫിൽ പാറ്റേൺസ് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാകും. പെരിഫറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൻഡിങ് കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെയൊക്കെയുള്ള കട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഫിൽ പാറ്റേൺ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
അതോടൊപ്പം തന്നെ മറ്റ് പാറ്റേൺസുകളും നമ്മൾ മറ്റ് പഠിച്ച ഫീച്ചേഴ്സുകളും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് കുറച്ച് ടൂളുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡ്രോയിങ്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ മോഡലിങ്ങിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ മോഡൽസ് എടുക്കുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.